ഹായ് നമസ്കാരം, ഞാൻ സുവിൻ. ഞാൻ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഇന്റർവ്യൂ എടുക്കുന്നത്. കാരണം വിജയ് സേതുപതി നായകനായി ഇപ്പോൾ സക്സസ്ഫുൾ ആയി ഓടിക്കൊണ്ടിരിക്കുന്ന എയ്ഡ്സ് എന്ന മൂവിയുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ബാബു, ജഗൻ ആൻഡ് സന്തോഷ്, ഇവരാണ് എൻ്റെ കൂടെ ഉള്ളത്. സർ, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. ട്രിപ്പിൾ എം ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ആദ്യത്തെ ഒരു മൂവിയാണല്ലോ എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു തമിഴ് മൂവിയിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം എന്തായിരുന്നു? ട്രിപ്പിൾ എം പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ മെയിൻ റീസൺ ടീമാണ്. സോ എനിക്ക് ചെറുപ്പം തൊട്ട് തന്നെ ആക്ച്വലി ഫിലിം കാണാൻ കുറെ ഇഷ്ടമുണ്ട്. പക്ഷെ അത് മാത്രമല്ല, ആ സമയത്ത് തന്നെ എനിക്ക് കാണാൻ പറ്റിയില്ല ആക്ച്വലി. സോ കുറെ ഇതില്ലതുകൊണ്ട്, ബാധ്യതകളില്ലതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല. സോ അപ്പൊ ഞാനിപ്പോ ദുബായിൽ വന്ന ശേഷം തിയേറ്ററിലൊക്കെ ഞാൻ പോയിട്ട് ഫിലിം കാണാറുണ്ട് ആക്ച്വലി. സോ അങ്ങനെ കണ്ടിട്ട് എനിക്കൊരു ഫിലിം കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു സെൻസ് കിട്ടും, ഓക്കെ ഇത് ബെസ്റ്റ് ആണ്, നല്ല മൂവിയാണ് പറഞ്ഞിട്ട്. സോ അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ആക്ച്വലി ഓക്കെ എന്തുകൊണ്ട് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തുകൂടാ, ആക്ച്വലി പ്രൊഡക്ഷൻ എന്തുകൊണ്ട് നമ്മൾ ചെയ്തുകൂടാ, ആ ഒരു രീതിയിലാണ് ആക്ച്വലി ഞാൻ ഒരു പ്ലാൻ ചെയ്തത്. ആ സമയത്താണ് ആക്ച്വലി നമ്മൾ കുറെ ജഗനെ മീറ്റ് ചെയ്തതും സന്തോഷ് സാറിനെ മീറ്റ് ചെയ്തതും. ഇനി കുറെ ടീമുണ്ട്, വരാൻ പറ്റില്ല ഇവിടെ. സോ ഗോമതി ഉണ്ട്, മഞ്ജുല ഉണ്ട്, മോഹൻ ഉണ്ട്, പ്രവീൺ ഉണ്ട്. ആൾക്കാർക്ക് ഇവിടെ വരാൻ പറ്റില്ല ആക്ച്വലി. സോ അങ്ങനെ മീറ്റ് ചെയ്തപ്പോൾ എനിക്കൊരു ഇത് കിട്ടിയത് ആക്ച്വലി എനിക്കൊരു ഫീൽ കിട്ടി. ഓക്കെ, ജഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്ടറാണ്, സോ സന്തോഷ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ടറാണ്. സോ ടീം വർക്കാണ് ആക്ച്വലി. സോ അങ്ങനെ ആക്ച്വലി ഒരു ഇഷ്ടപ്പെട്ടിട്ട് ഒരു സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ട്രിപ്പിൾ എം ഡിസ്ട്രിബ്യൂഷൻ. ജഗൻ ഭായ്, ഇപ്പോ ഒരു ഡയറക്ടർ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മൂവി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, പുതിയൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്ക് പാർട്ടാവും. എങ്ങനെയാണ് ഒരു മൂവ്മെന്റ് തോന്നുന്നത്? ஆக்சுவலா டிஸ்ட்ரிபியூஷன் வந்து பிஸ்னஸ், மோர் ஆஃப் அ பிஸ்னஸ் கால். Production is more of a like a creative call. So we decide the story, and so the distribution is basically we are taking நம்ம ஒரு படத்தை எடுத்து அதை பிஸ்னஸ் பண்றோம். So that is distribution. So distribution also is, it's actually distribution தான் ஃபைனல் எண்ட் கஸ்டமர் ரீச் பண்றது. ஸோ அது வந்து ஒரு எக்ஸைட்மெண்ட் தான், பிகாஸ் அதில் ஆடியன்ஸ் ரியாக்ஷனும் ஃபைனான்ஷியல் பாயிண்ட்ஸும் நமக்கு இது, பிகாஸ் ஃப்ரம் தட் பாயிண்ட் நம்ம வந்து மணி மேக்கிங், அந்த டிக்கெட் சேல்ஸ் ப்ளஸ் ஆடியன்ஸ் அப்ரிசியேஷன் எல்லாமே கவுண்ட்ஸ். ஸோ அது வந்து ஒரு டிஃப்ரெண்ட் ஜேர்னி. அண்ட் ப்ரொடக்ஷன் அண்ட் டைரக்ஷன் எல்லாம் ஒரு டிஃப்ரெண்ட் ஜேர்னி, மோர் ஆஃப் கிரியேட்டிவ் இது. ஸோ அந்த இதில் வி ஆர் ஆக்சுவலி எக்ஸைட்டட் டு ஹாவ் திஸ் Vijay Sethupathi movie as our first film to distribute in the Gulf. Actually, it's a honor to have that movie. ഇപ്പൊ സന്തോഷത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, സന്തോഷയുടെ ഒരു ആക്ടർ ട്രിപ്പിൾ എം ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ഒരു മാറ്റങ്ങൾ സന്തോഷത്തിന് വരുത്തിയിട്ടുണ്ടായിരുന്നു? ഞാൻ ആക്ച്വലി ഗൾഫിൽ വരുന്നത് 2001 ആദ്യം. അതിനു മുമ്പായിട്ട് തന്നെ ഈ 7 ആൻഡ് ഫിലിംസിൻ്റെ സെറ്റുകളിലും അങ്ങനെ ഒരുപാട് സീരിയൽസിലും ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിക്കുക, അങ്ങനെ ഒരുപാട് സിനിമയുടെ പുറകിൽ കറങ്ങി നടന്ന ഒരു വ്യക്തിയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഗൾഫിലേക്ക് വന്നപ്പോൾ, അത് ഫസ്റ്റ് നമ്മൾ ഒരു വർഷത്തേക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാമെന്ന്, അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു വന്ന ഒരു സമയത്ത്, ഇവിടുത്തെ അറിയാമല്ലോ, ഗൾഫിൽ വരുന്ന അല്ലെങ്കിൽ ദുബായിൽ പോലെ ഒരു സ്ഥലത്ത് വരുന്ന ആൾക്ക് പിന്നെ അവർ ഒരു തിരിച്ചു പോകുന്ന ഇപ്പോൾ ഒരു 25 വർഷമായി. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് ഈ മൂവി ഇൻഡസ്ട്രിയിലേക്ക് പോയി, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സിനിമയിൽ അഭിനയിക്കാനുള്ള വേഷങ്ങളും കാര്യങ്ങളുമായിട്ട് നാട്ടിൽ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ഷൂട്ടിംഗ് ടൈമിലായിരിക്കും അവർ മെയിൻ ആർട്ടിസ്റ്റിൻ്റെ ഒരു ടൈം വെച്ചിട്ടായിരിക്കും നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക. അപ്പം നമ്മൾ ചിലപ്പോൾ ഇവിടുന്ന് 1 വീക്ക് ലീവ് എടുത്ത് നാട്ടിൽ പോകുമ്പോൾ അപ്പോൾ അവർ പറയും ഓക്കെ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വീണ്ടും പറയുന്നു പിന്നെ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി. അപ്പോൾ ഈ ഒരു പ്രോബ്ലം കൊണ്ട് നമുക്ക് ജോലി വിട്ടിട്ട് നമുക്ക് ഇതിലേക്ക് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് 2001 നമ്മൾ സേതുവിൻ്റെ കണക്ക് പുസ്തകം എന്നും പറഞ്ഞ് നമ്മൾ തന്നെ ഒരു ഷോർട്ട് മൂവി, സിനിമ എടുക്കുന്നത് പോലെ തന്നെ നമ്മൾ കൊച്ചിയിൽ വെച്ചിട്ട് ഒരു 5 ദിവസം ഒരു 30-35 ക്രൂവായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തു. അപ്പം അതിനുശേഷമാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നിടത്ത് വെച്ചാണ് ഞാൻ ജഗനെ പരിചയപ്പെടുന്നത്. ജഗൻ അവിടെ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നു. അവിടെ നമ്മളുടെ ഓഫീസിലുള്ള അപർണ എന്ന് പറഞ്ഞ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്നു, സാറിനെ പോലെ ഒരു ഡയറക്ടർ ഒരു സിനിമ ആയിട്ട് ഒരാളോട് ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ജഗൻ പിന്നെ ഓഫീസിലേക്ക് വരുന്നു. അന്ന് മുതൽ പിന്നെ നമ്മൾ മൂവിയുടെ ഡിസ്കഷനായി, എങ്ങനെ ഒരു മൂവി നമുക്ക് ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ പല കഥകളും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ബാബു സാർ ഒരു അവിടുത്തെ തമിഴ്
അസോസിയേഷൻ്റെ ഒരു പ്രധാന ആളാണ്. ജഗനും അതിനകത്തുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ കൂടി ചേർന്നൊരു ടീം ഫോം ചെയ്തിട്ട് വെരി സൂൺ വി ക്യാൻ എക്സ്പെക്ട് എ ഷൂട്ട് ഇൻ ദുബായ്. അപ്പോൾ അങ്ങനത്തെയാണ് സിറ്റുവേഷനിൽ വന്ന് നിൽക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ജഗൻ പറഞ്ഞ പോലെ വളരെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് അതൊരു. കാരണം നമ്മളൊരു മൂവി പർച്ചേസ് ചെയ്യുന്നു, ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ മണി അൾട്ടിമേറ്റ്ലി പ്രോഫിറ്റ്, ഇറ്റ്സ് എ പക്ക ബിസിനസ്. സോ അതിനകത്തും കുറേ കാര്യങ്ങൾ എക്സ്പോഷർ കിട്ടി, ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരാനിരിക്കുന്നു. ഓക്കെ, ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ മൂവിയുടെ ട്രെയിലർ ഒന്ന് കണ്ടാലോ? ഓക്കെ. Attention all units, this is an emergency. அங்கே என்னடா பண்ண போற? பழைய ஐடென்டிட்டி எல்லாத்தையும் அழிச்சிட்டு எல்லாரையும் போல சாதாரண வாழணும் ஆசையா இருக்கு. மை நேம் இஸ் போல்ட் கண்ணன். ബോൾഡ് കണ്ണനാ? അതെന്നാ ബോൾഡ്? என்னடா இந்த படத்தை பார்த்தா என்ன மாதிரியா இருக்கு? சிவகார்த்திக் மாதிரி இருக்குதே. சிவகார்த்திகேயனா? ഇപ്പോൾ ഒരു തമിഴ് മൂവിയുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രൊഡക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് റിസ്കി ആയുള്ള ഒരു കാര്യമാണ്. കാരണം ഒരുപാട് റിസ്ക് എലമെൻറ്റ്സ് ഉള്ളതാണ് പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ എങ്ങനെയാണ് അതൊരു ഫീൽ ചെയ്യുന്നത്? അത് എൻജോയ് ചെയ്യുന്നുണ്ടോ ആ പ്രോസസ്സിനെ? മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫീൽഡാണ് ആക്ച്വലി. സോ ഞാനിവിടെ കണക്ട് ചെയ്തതും ജഗനെ കണക്ട് ചെയ്തതും സന്തോഷിനെ കണക്ട് ചെയ്തതും ആ മൂവി റിലേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ടാണ് ആക്ച്വലി. സോ ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിസിനസ് ഈസ് ഓൾവേസ് ആക്ച്വലി റിസ്ക്, നോട്ട് ഓൺലി ഫോർ മൂവി, എവറി ബിസിനസ് ഈസ് എ റിസ്ക്. ബട്ട് കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ബിസിനസ്സിലും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും ശരിക്കും. സോ അതാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. കാരണം ഞങ്ങൾ ഒന്നും അറിയാണ്ടല്ല ഈ ഫീൽഡിൽ വന്നിട്ടുള്ളത് ആക്ച്വലി. ഞങ്ങൾക്ക് ഓൾറെഡി ഒരു ആക്ടർ ഉണ്ട്, ഒരു ഡയറക്ടർ ഉണ്ട്. സോ ഐ നോ ദ ബിസിനസ് ആക്ച്വലി. സോ വി ഹാവ് ഓപ്പറേഷൻസ് ടീം. സോ ഇത്ര ആൾക്കാരുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഒരു മൂവി ആൾക്കാർ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഞങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ആ മൂവി ഒരു പ്രൊഡ്യൂസറിനാണ് അതിന്റെ പെയിന് മനസ്സിലാവും. ഒരു മൂവി എടുത്തു കഴിഞ്ഞാൽ ആ മൂവിന്റെ പെയിന് ആ പ്രൊഡ്യൂസേഴ്സിനാണ് മനസ്സിലാവും. ആ പെയിന് മനസ്സിലാക്കിയിട്ടാണ് ആക്ച്വലി ഞങ്ങൾ എന്ത് ചെയ്യും, ആ മൂവി വാങ്ങിച്ചിട്ട് ഞങ്ങളെ മൂവി ആയിട്ടാണ് ഡിസൈഡ് ചെയ്യും. ഒരു മൂവി ഉണ്ടെങ്കിൽ ആ മൂവി ഞങ്ങൾ വാങ്ങിച്ചിട്ട് ആ സെയിം ഒരു പ്ലേസിൽ നിന്നിട്ടാണ് ആക്ച്വലി ഞങ്ങൾ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഞങ്ങൾ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആ ഞങ്ങളെ മൂവി ആയിട്ടാണ് ആക്ച്വലി ഞങ്ങൾ ഇത് ചെയ്യുക. സോ അതുകൊണ്ട് ആക്ച്വലി ആ റിസ്ക് കാൽക്കുലേറ്റഡ് റിസ്ക് ആണ്. അത് മാത്രമല്ല, നമ്മളൊരു മൂവി എടുക്കുന്ന സമയത്ത് നമ്മൾ കുറേ ഹോംവർക്ക് നമ്മൾ ചെയ്യും ആക്ച്വലി. സോ ആക്ടറിന്റെ വാല്യൂ ആയിക്കോട്ടെ ആക്ച്വലി. പ്ലസ് ആ മൂവി ഞങ്ങൾ കാണും ആക്ച്വലി. ഫസ്റ്റ് കോപ്പി ഞങ്ങൾ പോയിട്ട് കാണും ആക്ച്വലി. ഇത് കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി ഞങ്ങൾക്ക് പിന്നെ ടീമിനടുത്ത് ഡിസ്കസ് ചെയ്യും. പിന്നെ ഈ മാർക്കറ്റ് വാല്യൂ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ആക്ച്വലി ഇത് ഞങ്ങൾ ചെയ്യുക ആക്ച്വലി. സോ അതുകൊണ്ട് ഇതൊരു കാൽക്കുലേറ്റഡ് റിസ്ക് ആണ്. ബട്ട് നല്ലൊരു ബിസിനസ് ആണ്. ട്രിപ്പിൾ എമ്മിന്റെ ഫ്യൂച്ചർ പ്ലാൻസിന് എന്തൊക്കെയായിരുന്നു? ട്രിപ്പിളിന്റെ വിഷൻ എന്താണ്? ട്രിപ്പിൾ എം എന്ന കമ്പനി ഫോം ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് നമുക്ക് കണക്ഷൻസ് വെച്ചിട്ട് ഇപ്പം മലയാളം ഇൻഡസ്ട്രിയിൽ നമ്മൾ കൊച്ചി റിലേറ്റഡ് അല്ലെങ്കിൽ കൊച്ചിയിൽ സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് മൂവി ഇൻഡസ്ട്രിയിലൂടെ ആൾക്കാരുമായിട്ട് നമ്മൾ കണക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ പലരുമായിട്ടും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പല ഷൂട്ടിങ് നടക്കുന്ന മൂവികളുണ്ട്. അപ്പം ഇനി ഷൂട്ട് ചെയ്യാനായിട്ട് കഥ കേട്ടുകൊണ്ടിരിക്കുന്ന മൂവിയുണ്ട്. ഇവരൊക്കെ ആയിട്ട് നമ്മൾ കോണ്ടാക്റ്റിലാണ്. അപ്പോൾ ആ മൂവീസൊക്കെ നമ്മൾ കണ്ടിട്ട് അതിനൊരു വാല്യൂ ഉള്ള മൂവീസ് ആണെങ്കിൽ നമ്മളതെടുത്ത് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക എന്നുള്ള ഒരു പ്ലാനാണ് നമ്മൾക്കുള്ളത്. അപ്പോൾ അത് കൂടാതെ തന്നെ തമിഴ് ഇൻഡസ്ട്രിയിലും മിസ്റ്റർ ജഗൻ, മിസ്റ്റർ ബാബു ഇവരെല്ലാം ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മൂവീസിൻ്റെ ഒരുപാട് പ്ലാൻസ് ഒരു വൈഡായിട്ട് ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മളൊരു സിനിമ അല്ലെങ്കിൽ സിനിമ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് മൂവി കൊണ്ട് നമ്മൾ പഠിച്ചിട്ടാണ് ചെയ്തതെങ്കിൽ നമ്മൾ ഒന്നുകൂടെ പഠിക്കും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മളിന്ന് ഒരു ഫൗണ്ടേഷൻ ഒരു സ്റ്റേബിളായി. നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള സോഴ്സ് ഉണ്ട്, കണക്ഷൻസ് ഉണ്ട്. ഭാവിയിലും ഇപ്പോൾ സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുമോ നമ്മളുടെ പ്രൊഡക്ഷൻ? ഒരു കാര്യം പറയണം ആക്ച്വലി. ഈ മൂവി ഇൻഡസ്ട്രി ചെന്നൈയിൽ തന്നെ ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും അഭിനയിക്കണമെങ്കിലേ
എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഓപ്പർച്യൂണിറ്റി നമുക്ക് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല, ബട്ട് ടിക്കറ്റ് മാത്രം എടുത്തിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവി ഇൻഡസ്ട്രീനെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടാവണേ, ആക്ച്വലി നല്ലൊരു നോളജ് ഉണ്ടാവണേ. സോ ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആക്ച്വലി അത്ര ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബട്ട് ട്രിപ്പിൾ ഞങ്ങൾ ഒരു പ്രൊഡക്ഷൻ്റെ, സോ ഞങ്ങൾക്ക് ഇത് ചെന്നൈയിലേ ഉണ്ട്, സോ പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്. സോ ട്രിപ്പിൾ പ്രൊഡക്ഷൻ്റെ നമ്മൾ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ആക്ടേഴ്സും പുതിയ ഡയറക്ടേഴ്സ് ഇങ്ങനത്തെ ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. കാരണം അത്ര നോളജിലെ കുറേ ആൾക്കാർ അവിടെ ഉണ്ട്. ആക്ച്വലി ആ ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അങ്ങനത്തെ ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ട് ആക്ച്വലി നമ്മൾ പിന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫ്യൂച്ചറിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു പുതിയ മൂവി പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് സംസാരിച്ചല്ലോ. അപ്പോൾ അത് ഓൾറെഡി ഇപ്പോൾ ഫൈനൽ സ്റ്റേജിലാണെന്ന് പറഞ്ഞു. നരേഷനൊക്കെ കേൾക്കുന്നുണ്ട് ആക്ച്വലി. സോ സ്ക്രിപ്റ്റ് അതിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ ഓഡീഷനൊക്കെ എടുത്തിട്ട് കമേഴ്സിനെ ഒരുപാട് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം. അത് UAE മാത്രം ബേസ് ചെയ്തിട്ടായിരിക്കും അത് നമ്മൾ പുറത്ത് നാട്ടിൽ അല്ല, നമ്മൾ പുറത്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി. സോ എവിടെ നിന്നാണ് നോളജ് എവിടെയാണ് ഉള്ളത് അവിടെ നിന്ന് നമുക്ക് എന്ന് വെച്ചാൽ ക്രിയേറ്റീവ് ആയുള്ള ആൾക്കാരെ നമ്മൾ ഒരുമിച്ച് അവർക്ക് നല്ല ഒരു പ്രൊജക്ട് ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യും ആക്ച്വലി. ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ തന്നെ ഇപ്പോൾ ഡയറക്ടർ കൂടെ ഉണ്ട്, ആക്ടേഴ്സ് കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കൊളാബറേഷനിൽ ബിസിനസ്സിനപ്പുറം നമ്മളുടെ ഒരു പാഷൻ തന്നെയാണല്ലോ നമ്മൾ ഇതിലേക്ക് വരുത്തുന്നത്. ആ പാഷനിലേക്ക് എത്തിയ ആ ജേണി ഒന്ന് പറയാൻ പറ്റുമോ? ஸ்டார்டிங் பாயிண்ட்னா நம்ம இங்கே உள்ள பெயின் பாயிண்ட்ஸ் என்ன பெயின் பாயிண்ட்ஸ், எவ்ரிபடி இங்கே வந்து எல்லாம் ஃபுல் டைம் ஒர்க் இருக்கு, அதுக்கப்புறம் தான் பார்ட் டைம் அவங்க பேஷன் இது பண்ணுறதுக்கு. ஸோ பிகாஸ் இங்கே ஒரு இண்டஸ்ட்ரி இல்லை, தட் இண்டஸ்ட்ரி லைக் இந்தியா இட்ஸ் நாட் ஹியர். ஸோ வி ஷுட் ஹாவ் ஆக்சுவலி அ செல்ஃப் சஸ்டெய்னிங் இண்டஸ்ட்ரி ஹியர் where people can full time they should be able to act and do things whichever not only act, direct, music, makeup, all that kind of thing we should have, because right now the population has increased here, right? Okay. So the talents are here, but they don't have this opportunity. So we want to create that opportunity, as like Babu sir said. We also want to create that opportunity for people to come in full time and do something, right? So that is our vision and mission in our company, that production, distribution, everything related to what our passion, we also want to pass it on to other people as well and attract people, so that we have because stories can come from anywhere. Whether it's an Indian story or Dubai story or imaginary story, we can make it here also and have it as a successful movie and reach people. Because nowadays everybody is watching in Netflix and all that. It doesn't matter where the content is coming from. If the content is good, audience will like it. So it can be made anywhere language. ഇപ്പോൾ ഓഡിയൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് ഈ ഏജ് എന്ന മൂവിയുടെ ജസ്റ്റ് നമുക്കൊന്ന് റിവ്യൂ ഒന്ന് കേട്ടാലോ. படம் செம்மையா இருக்கு தலைவா, சூப்பரா இருக்கு படம். ஏசு பக்கா மாசு நல்லா இருக்கு. விஜய் சேதுபதி வில்லன் ஆக்டிங் நல்லா தான் இருக்கு. சூப்பரா இருந்தது. டேரக்டர் இந்த மாதிரி ட்விஸ்ட் வைப்பா நான் எதிர்பார்க்கவே இல்லை. விஜய் சேதுபதி நல்லா நடிச்சிருக்காரு. அந்த ஹீரோயின் புதுசா போட்டுட்டாங்க, வேற லெவல். நல்லா இருக்குண்ணா, செம்மையா இருந்துச்சு படம், வேற லெவலா இருந்துச்சு. படம் சூப்பரா இருக்கு. நான் யோகி பாபு அண்ணா காமெடிலாம் செம்மையா இருக்கு. ஃபேமிலியா வந்து பார்க்கலாம். படம் நல்லா இருந்துச்சு. எதிர்பார்க்கல இது மாதிரி இருக்கும்னு சொல்லிட்டு ரொம்ப நல்லா இருக்கு. என்ஜாய் பண்ணி பண்ற மாதிரி இருக்கு. ரொம்ப டிஃப்ரெண்ட் ஜேர்னில பண்ணியிருக்காரு. அவரோட காமெடி ரொம்ப பெஸ்டா இருக்கு. ரொம்ப என்ஜாய் பண்ற மாதிரி இருக்கு. படம் ரொம்ப நல்லா இருக்கு ப்ரோ. லாஸ்ட்ல அந்த ஸ்டார்லாம் கொஞ்சம் நல்லா பண்ணிருந்தாங்க. லாகே இல்லை ப்ரோ, படம் பயங்கரமா போயிட்டு இருந்தது. கேஷுவலா நடிக்கிற மாதிரி தான் நடிச்சிருக்காரு. பயங்கரமா இருக்கு. ஃப்ரெண்ட்ஸோட பார்த்துட்டேன். நெக்ஸ்ட் என் ஃபேமிலியோட வந்து பார்ப்பேன். எஸ் மாஸ் செம்மையா இருக்கு, மாஸா இருக்கு, கிளாஸா இருக்கு. ரொம்ப இன்ட்ரெஸ்டிங்கா இருந்துச்சு. ஃபன் அண்ட் த்ரில்லர் எக்ஸ்பெக்ட் பண்ணதை விட ரொம்பவே நல்லா இருக்கு. எனக்கு ரொம்ப பிடிச்ச பார்ட் வந்துட்டு கிளைமேக்ஸ் தான். நல்ல ட்விஸ்ட் நிறையாவே இருந்தது. யோகி பாபு சார் வந்துட்டு செம்மையா பண்ணியிருந்தாரு. காமெடி சீக்வன்ஸ் எல்லாமே டோட்டலா வந்துட்டு மூவி வந்துட்டு ஒரு ஃபேமிலி அண்ட் ஃப்ரெண்ட்ஸோட பார்க்கறதுக்கு சூப்பராக இருந்தது. வேற லெவல்ல இருந்துச்சு. நான் ஃபுல்லா என்ஜாய் பண்ணேன். சூப்பரா இருக்கு, நல்ல என்டர்டெயின்மெண்டா இருந்தது. ஸ்டார்டிங்ல இருந்து நல்லா இருந்தது. காமெடிஸ் எல்லாம் சூப்பரா இருந்தது. ஐ டோன்ட் நோ ஹவ் இவ்ளோ யங்கா தெரியறாரு, இவ்ளோ ஃபிட்னஸா இருக்காரு. அண்ட் ஆஸ் யூஷுவல் இஸ் கில்லிங் இட். டிஃப்ரெண்ட்டாக ட்ரை பண்ணியிருக்காங்க. காமெடியாகவும் கொஞ்சம் த்ரில்லாகவும் ரொம்ப சூப்பராக இருக்கு படம். என்ன சூது கவுதா?
யோகி பாபு சாரோட காமெடி செம்ம சூப்பராக இருந்துச்சு. ஃபர்ஸ்ட் கிளாஸ் காமெடி ரொம்ப நல்லா இருக்கு. நல்லா இருந்துச்சு, அருமையாக இருந்துச்சு. நல்லா இருந்துச்சு, நல்லா ஜாலியாக சூப்பராக இருந்துச்சு. ஃபேமிலி நல்லாவே என்ஜாய் பண்ணுவாங்க. அதுவும் ஆக்சுவலி எல்லா கிட்ஸ் கூட என்ஜாய் பண்ணி பார்ப்பாங்க. அஃப்கோர்ஸ் அவர் ரொம்ப சீரியஸாக போன வாட்டி பார்த்துருந்தோம் மகாராஜாவில். ஸோ இதில் வந்து ஒரு டிஃப்ரெண்ட்டாக ஒரு ஜாலியாக கொண்டு வந்திருந்தாங்க. ஸோ அது படம் முழுக்க ஒர்க் அவுட் ஆயிருக்கு, அது பெரிய விஷயம். ஏஸ் இஸ் ஃபார் ஆல் தி ஜென்ரல் ஆடியன்ஸ். ஃபேமிலி ஆடியன்ஸ்க்காகவே எடுத்த படம் மாதிரி நல்லா இருந்துச்சு. ஏஸ் படம் நல்லா இருந்துச்சு, காமெடியா இருக்கு, ஜாலியா இருக்கு. நீங்க வந்து பார்க்கலாம். இதுக்கப்புறம் தான் ஃபுல் பண்ணே. படம் சூப்பராக இருந்தது. உங்களுக்கு வந்து போர் அடிக்காது படம். யோகி பாபு அண்ட் விஜய் சேதுபதி சாரோடைய காம்போ நல்லா இருந்தது. எல்லாமே நல்லா என்டர்டைன்மெண்ட்டாக இருந்துச்சு. கண்டிப்பாக தேட்டரில் வந்து பார்க்கணும். எங்களுக்கு என்ன பார்ட் 2 வரும்னு தோணுது. கண்டிப்பாக வெயிட் பண்ணி பார்க்குறோம். பார்ட் 2 வரும்னு ஹிண்ட்டும் கொடுத்து போன மாதிரி தான் இருந்தது. ஸோ கண்டிப்பாக பார்ட் 2 வரும் நம்புறோம். நேரில் பார்த்தது இன்னும் ரொம்ப ஹாப்பியாக இருந்துச்சு. ஆமாம், ரொம்ப ஆல் ஸ்மார்ட், ரொம்ப சூப்பராக இருக்காரு சார். படம் தரமா இருக்குண்ணே, எல்லாரும் ஒரு வாட்டி கண்டிப்பா வந்து பார்க்கலாம்னே. ஆக்டிங்ல பின்னிட்டாருண்ணே, கொடுத்த காசுக்கு ஒருத்துனே. போர் அடி, ஒர்த்து வாட்ச். யாரா நீ? പിന്നെ അതിലാണ്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് എവിടെയാണ് സ്റ്റാർട്ടിങ് പോയിന്റ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എനിക്കൊരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ വന്നിട്ട് ആക്ച്വലി UAE വന്നിട്ട് ഞാൻ ഫിലിം കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എവ്രി മന്ത് ഐ ക്യാൻ സേവ് സം മണി ആൻഡ് 3-4 months. പിന്നെ അത് കഴിഞ്ഞിട്ട് പോയിട്ട് ഒരു ഫിലിം കാണും ആക്ച്വലി. സോ ആ സമയത്തൊക്കെ അത്ര ഒരു സിറ്റുവേഷൻസ് ആണ്. അപ്പം നമ്മൾ കാണും. 2003 ഞാൻ അവിടെ എത്തിയത് 2003 ഓൾമോസ്റ്റ് ആക്ച്വലി 22 years ഐ മീൻ ദുബായ് ആക്ച്വലി. സോ അപ്പം ഞാൻ അത് എന്ത് ചെയ്യുന്നു, ഞാൻ എല്ലാ മാസം പോയിട്ട് എന്തായാലും കാണും ആക്ച്വലി. അപ്പൊ ആ സമയത്തൊക്കെ എനിക്ക് ഞാൻ ആലോചിക്കാറുണ്ട് ആക്ച്വലി. സോ ഈ മൂവി നമ്മൾ കാണണ്ട ആക്ച്വലി. നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഈ മൂവി ദുബായിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. സോ അങ്ങനെ ഒരു മെയിനിലുണ്ടായിരുന്നു. സോ മേ ബി അതാവാണ് ആക്ച്വലി ഇപ്പൊ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ട്രിപ്പിൾ എം പ്രൊഡക്ഷൻ്റെ പേജ് ഫോളോ ചെയ്യുന്നവർക്ക് നമ്മളൊരു പ്രൈസ് കൊടുക്കുന്നുണ്ട്. അത് ഏത് ഡേറ്റ് വരെ ഉണ്ട് നമ്മൾ? നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട് ആക്ച്വലി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആക്ച്വലി നിങ്ങൾ ട്രിപ്പിൾ എം പ്രൊഡക്ഷന് ഇൻസ്റ്റാണ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോ ബേസിലാണ്. അതെ, നമ്മൾ എങ്ങനെ ഡ്രോ ചെയ്യുന്നത്? എങ്ങനെ നമ്മൾ ഗില്ലി FM ആയിട്ട് ആക്ച്വലി നമുക്ക് ഒരു ഇതുണ്ട്, പ്രൊമോഷൻ നടക്കുന്നുണ്ട് ആക്ച്വലി. നിങ്ങളത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ആൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വീക്ക്ലി വൈസ് നിങ്ങൾക്ക് ഡ്രോ ബേസിലാണ് നിങ്ങൾക്ക് ഗോൾഡ് കോയിൻ കിട്ടുക. അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും ട്രിപ്പിൾ എമ്മിൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ഗോൾഡ് കോയിൻ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളും ഇതിലുണ്ട്. ആക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഡയറക്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും സ്ക്രിപ്റ്റ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രിപ്പിൾ എം ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നല്ലൊരു അവസരമാണ്. അപ്പോൾ ഇങ്ങനത്തുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ സന്തോഷമായിട്ട് നമ്മളൊരു സിനിമയുടെ ആഗ്രഹമായിട്ട് നടന്ന പോലെ ആ ഒരു ഫീൽ എന്തെങ്കിലും? തീർച്ചയായിട്ടും സിനിമയുടെ ആഗ്രഹം വളരെ ചെറുപ്പകാലം മുതലേ ഏത് സിനിമ റിലീസായാലും ഫസ്റ്റ് ഷോയ്ക്ക് പോയി കാണുന്ന ഒരാളാണ് ഞാൻ. ആയിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ഡേക്ക് പോയില്ലെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് ഡേ അല്ലെങ്കിൽ തേർഡ് ഡേ പോയി കാണും. അന്ന് ഫസ്റ്റ് ഷോയ്ക്ക് കയറുക എന്നുള്ളത് വളരെ മസ്റ്റായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മളിവിടെ വന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾക്ക് അതിനുവേണ്ടി സമയം മാറ്റിവെക്കാനില്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇതേ സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതേപോലെ സമയം നല്ല നല്ല എക്സലൻ്റ് ആയിട്ടുള്ള ടാലൻ്റ് ഉള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പാട്ടിലായിക്കോട്ടെ, അല്ലെങ്കിൽ കഥ എഴുതാനായിക്കോട്ടെ, അല്ലെങ്കിൽ ഡയറക്ഷൻ അസിസ്റ്റ് ചെയ്യാനായിക്കോട്ടെ, അല്ലെങ്കിൽ പാട്ട് പാടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ കയ്യിൽ ഒരുപാട് സ്ക്രിപ്റ്റുമായിട്ടിരിക്കൊണ്ട് അഭിനയമോഹമായിട്ട് ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ നമ്മളൊരു മൂവി ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരു ലീവ് എടുത്തിട്ട് 2 ദിവസം വന്ന് ആക്ട് ചെയ്ത്, അല്ലെങ്കിൽ അതിൻ്റെ ശനി ഞായർ അല്ലെങ്കിൽ ഹോളിഡേയ്സ് ഉള്ള ടൈമിൽ നമുക്ക് ആക്ട് ചെയ്തിട്ട് അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് തുറന്നു കൊടുക്കുകയാണ് ആൾക്കാർക്ക്. അപ്പോൾ അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ട്രിപ്പിൾ എം പ്രൊഡക്ഷൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്ന് ഇതാണ്. മൂവി ഡിസ്ട്രിബ്യൂഷൻ എടുക്കാം എന്ന് തീരുമാനിക്കുന്ന സ്റ്റേജ് എങ്ങനെയായിരിക്കും? എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡിസ്കഷൻ സ്റ്റേജ് നമുക്കുള്ള ആ ഓപ്പർച്യൂണിറ്റിക്ക് നമ്മൾ എത്തിത്തരുന്നത് എങ്ങനെയാണ്? മാർക്കറ്റിൽ ഇപ്പോൾ കുറേ പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്. ഈ പ്രൊഡക്ഷൻ ഹൗസ് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. സോ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പറയും ആക്ച്വലി നമ്മളൊരു ഫസ്റ്റ് കോപ്പി ഞങ്ങൾ കാണും. അപ്പോൾ ഫസ്റ്റ് കോപ്പി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സോ ആ മൂവിനെ ആക്ച്വലി നമ്മൾ ഡിസൈഡ് ചെയ്യും, ഓക്കെ നമുക്ക് ചെയ്യാം. സോ ആ രീതിയിലാണ് ആക്ച്വലി നമുക്ക് ഫസ്റ്റ് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുക.
പിന്നെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളുണ്ട്, പിന്നെ മാർക്കറ്റ് ഉണ്ട്, ആർട്ടിസ്റ്റ് വാല്യൂ ഉണ്ട്. സോ ഈ ഹോംവർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഒരു മൂവി ഞങ്ങൾ പിന്നെ എടുക്കാറുള്ളത് മെയിനായിട്ട്. ഒരു പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ, ഈ ഫിലിം കണ്ടിട്ട് ഓക്കെ ആണെന്ന് പറയാൻ ഒരാൾ വേണം, അല്ലേ? അതാ ഞാൻ ചോദിച്ച കാര്യം അതായിരുന്നു. ഏത് മൂവ്മെന്റിലാണ് ഇത് ഓക്കെ ഈ പടം നമുക്ക് എടുക്കാന്ന് തോന്നുന്നത്? ഓക്കെ, ഒരു മൂവി ശരിക്കും ലാഗ് ഉണ്ടാവാൻ പാടില്ല. ആക്ച്വലി സാധനം ഇപ്പോൾ പോയിട്ട് നമ്മൾ ഒരു മൂവി കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങളൊരു 30 minutes കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ മൂവി സക്സസ് ആണോ ഫെയിലിയർ ആണോ. ഇപ്പോൾ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഫിലിം കാണും, കണ്ടിട്ട് ആക്ച്വലി ഒരു 10-15 minutes കഴിഞ്ഞാൽ പിന്നെ മൊബൈലിൽ കുത്തിനോ നോക്കും. അപ്പോൾ ആ കാരണം എന്തിനാണ് അവിടെ പോയിട്ടുള്ളത്? ഫിലിം കാണാൻ വേണ്ടിയിട്ടാണ്. ആ ഫിലിം അയാളെ എന്റർടൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അയാളുടെ മൈൻഡ് ഡൈവേർട്ട് ആവും, പിന്നെ ആ മൂവി ഫെയിലിയർ ആയി ശരിക്കും. സോ അപ്പം അതില്ലാണ്ട് ലാഗ് ഇല്ലാണ്ട് മൂവി ആക്ച്വലി നല്ല രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ, എന്റർടൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ മൂവി എന്തായാലും സക്സസ് മൂവിയാണ്. ട്രിപ്പിൾ എമ്മിന്റെ പ്രൊഡക്ഷന്റെ അണ്ടറിൽ നമ്മൾ വർക്ക്ഷോപ്സോ അങ്ങനെ എന്തെങ്കിലും സംഘടിപ്പിക്കാറുണ്ടോ? ട്രിപ്പിൾ എം പ്രൊഡക്ഷൻസിന്റെ അണ്ടറിൽ ഇപ്പം സീസൺ ജൂൺ ജൂലൈ ആ ടൈമിലേക്ക് നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇപ്പം നമ്മളൊരു ആക്ടിങ് വർക്ക്ഷോപ്പ് കാര്യങ്ങൾ ഒക്കെ സംഘടിപ്പിക്കണം എന്നുള്ളൊരു പ്ലാൻ നമുക്കുണ്ട്. കാരണം നമ്മളിപ്പോൾ സ്കൂൾ വെക്കേഷൻ വരികയാണ്. അപ്പോൾ ജൂൺ ജൂലൈ സമയത്ത്, ആ സമയത്തായിരിക്കും കൂടുതൽ ടാലൻസിനെ നമുക്ക് ഇതിനകത്ത് അറ്റൻഡ് ചെയ്യാൻ കിട്ടുള്ളൂ. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പം നമ്മളെ ജഗൻ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ ഒരുപാട് ആർട്ടിസ്റ്റിനെ വേണം. അപ്പോൾ അതിൻ്റെ ഒരു പ്ലാനിങ്ങും ഉണ്ട്. അപ്പോൾ ഡേറ്റും കാര്യങ്ങളൊന്നും കൺഫേം ആയിട്ടില്ല. അപ്പോൾ അത് ഉടനെ ഉണ്ടാവും. ട്രിപ്പിൾ എമ്മിന്റെ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണല്ലോ ഇപ്പൊ എയ്ഡ്സ് മൂവിയാ. അപ്പൊ ഈ മൂവിയിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഡിസ്ട്രിബ്യൂഷന്റെ കാര്യങ്ങൾ, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ മുൻപരിചയമില്ലാത്തത് കൊണ്ട് എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു ആക്ച്വലി. ശരിക്കും ഈ നമ്മൾ മൂവി ആദ്യമായിട്ട് നമ്മൾ ഈ GCC കൊണ്ടുവന്നത് കൊണ്ട് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ നമുക്കൊരു കിട്ടിയൊരു ബെസ്റ്റ് പാർട്ട്ണറാണ് ആക്ച്വലി ഈ റേസ് രാജ് ഫിലിം ഡിസ്ട്രിബ്യൂഷൻ. സോ മിസ്റ്റർ രാജൻ അതിൻ്റെ ഡയറക്ടറാണ്. സോ നല്ലൊരു ആളാണ്. സോ ഇപ്പം ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് ആക്ച്വലി ഈ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ ഇനി ഫ്യൂച്ചറും കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻസ് കുറെ ഉണ്ട് ആക്ച്വലി. ഇപ്പൊ നോർമലി ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രി ഇപ്പോൾ GCC ആയാലും അതുപോലെ തന്നെ ഇപ്പോൾ ഓവർസീസ് കളക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇപ്പോൾ തമിഴ് മൂവി, ഏത് മൂവി ഇൻഡസ്ട്രി ആയാലും. അപ്പോൾ അങ്ങനെയുള്ള അത്രയും ഇതുള്ള സമയത്ത് നമുക്ക് ഈ കളക്ഷനും കാര്യങ്ങളും ഇതൊക്കെ വരുന്നത് നമ്മളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? സോ ഒരു മൂവി ഇറങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കുറെ ആൾക്കാർ പോയിട്ട് കണ്ടിട്ട് റിവ്യൂ കൊടുക്കുന്നുണ്ട്. സോ റിവ്യൂ പ്രോപ്പർ ഫേക്ക് റിവ്യൂസ് ഉണ്ട് ശരിക്കും, പിന്നെ അതിലാണ് ജെന്യൂൻ റിവ്യൂസ് ഉണ്ട്. സോ ഒരാൾ പോയിട്ട് ഫിലിം കണ്ട് അയാൾ പ്രോപ്പർ റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും നല്ല റിവ്യൂ ആണെങ്കിൽ ആൾക്കാർ പോയിട്ട് കാണും. ആക്ച്വലി ഈ ഫേക്ക് റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും ആക്ച്വലി. സോ കാരണം ഇപ്പോൾ നിങ്ങൾ എത്ര ആൾക്കാർ ഫേക്ക് റിവ്യൂ കൊടുക്കാൻ പറ്റും? 1-2 ആൾക്കാർ നിങ്ങൾക്ക് ഫേക്ക് റിവ്യൂ കൊടുക്കാം. സോ ബട്ട് ജെന്യൂൻ റിവ്യൂ കൊടുക്കാനാണ് ആൾക്കാർ കൂടുതലുള്ളത്. സോ അതുകൊണ്ട് ആക്ച്വലി നല്ല ഫിലിം ആണെങ്കിൽ ആൾക്കാർ പോയിട്ട് റിവ്യൂ കണ്ടിട്ട് പോയിട്ട് കാണും. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന പബ്ലിക്കിന്റെ ഒപ്പീനിയൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഇത് പിന്നെ ഫ്രെയിംഡ് ആയിട്ട് പറയുകയാണോ, അത് നോർമൽ പീപ്പിൾ പറയുന്നത്. ഇപ്പം നമ്മൾ ഇതിന്റെ എയ്സ് മൂവി കണ്ടിട്ട് ഇറങ്ങി വരുന്ന സാധാരണക്കാരാണ് പറയുന്നത് ഗംഭീര മൂവിയാണ്, ഗംഭീര എന്റർടൈനിങ് ആണ്, നല്ല ഒട്ടും ബോറടിക്കാതെ അവസാനം വരെ നല്ല ഗംഭീരമായിട്ട് കണ്ടിരിക്കാനുള്ള ഒരു മൂവിയാണ്. ഇപ്പം അത് സെക്കൻഡ് വീക്ക് ഇപ്പം നമ്മളിവിടെ ഇപ്പോൾ UAE സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മൂവി കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രി ഒരു പ്രൊഡ്യൂസർക്കോ ആർക്കെങ്കിലും നമുക്ക് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് നമ്മളെ സമീപിക്കണമെങ്കിൽ ഈ ട്രിപ്പിൾ എം പ്രൊഡക്ഷനെ സമീപിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. സോ മലയാളം മാത്രമല്ല, ഏതൊരു ഇൻഡസ്ട്രി ഡിസ്ട്രിബ്യൂഷൻ്റെ ഓവർസീസ് ആവശ്യം ഉണ്ടെങ്കിലും വേണമെങ്കിലും ഞങ്ങൾക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്തു തരും ആക്ച്വലി. കാരണം മലേഷ്യ ആയിക്കോട്ടെ, സിംഗപ്പൂർ ആയിക്കോട്ടെ, UK, പിന്നെ US ആയിക്കോട്ടെ, എല്ലാ സ്ഥലത്തും ആക്ച്വലി നമുക്ക് ആൾറെഡി പാർട്ട്നേഴ്സ് ഉണ്ട്. സോ ഞങ്ങൾ ആ ഓവർസീസ് റൈറ്റ്സ് വേണമെങ്കിൽ ഞങ്ങൾ എടുക്കും, എന്നിട്ട് ഡിസ്ട്രിബ്യൂഷന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് തരും നല്ല രീതിയിൽ. സോ അതുകൊണ്ട് ആക്ച്വലി അത് മാത്രമല്ല, ഞങ്ങൾ ആ ഡിസ്ട്രിബ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ആൽമോസ്റ്റ് ഒരു 25 days ഞങ്ങൾ പ്രൊമോഷൻ ചെയ്യും. സോ പ്രൊമോഷൻസ് ആക്ച്വലി ഞങ്ങൾ പിന്നെ ഓൺലി റേഡിയോ മാത്രമല്ല, ഫോർ എക്സാമ്പിൾ GCC ആണെങ്കിൽ അവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. സോ ആ ഇൻഫ്ലുവൻസറിനെ അപ്രോച്ച് ചെയ്തിട്ട് അവിടെ കുറെ പ്രൊമോഷൻസും ടാഗും പിന്നെ ഞങ്ങൾ ഇൻസ്റ്റാളിൽ ടാഗ് ചെയ്തിട്ട് പിന്നെ പ്രൊമോട്ട് ചെയ്യും.
സോ അങ്ങനെയാണ് ആക്ച്വലി ഞങ്ങളെ സ്ട്രാറ്റജി അതാണ് മെയിനായിട്ട്. സോ ഈ ഏസ് മൂവി അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ നല്ല റെസ്പോൺസ് ആണ്. പിന്നെ അത് മാത്രമല്ല ഈ മൂവീസ് പിന്നെ 23rd റിലീസായത്. ഞങ്ങൾ 22nd ഇല്ലേ 22nd ഇൻഫ്ലുവൻസർ മീറ്റ് ഉണ്ടായിരുന്നു ആക്ച്വലി. സോ എന്നിട്ട് നമ്മൾ കുറെ പ്രൊമോട്ട് ചെയ്തിട്ടാണ് ഈ മൂവി നല്ല രീതിയിൽ ആക്ച്വലി ഇപ്പൊ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ബാനറിൽ ഇനിയും ഒരുപാട് നല്ല അവസരങ്ങളും അതുപോലെ നല്ല നല്ല പടങ്ങൾ ഇതുപോലെ ഡിസ്ട്രിബ്യൂഷനും പ്രൊഡക്ഷനൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ. എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ എൻ്റെ കൂടെ സഹകരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. താങ്ക് യു. കാരണം താങ്ക് യു വെരി മച്ച് സന്തോഷ് ഏട്ടാ. അതുപോലെ തന്നെ ബാബു സാർ, ജഗൻ സാർ, ഇനിയും ഇങ്ങനത്തെ നല്ല എല്ലാ അവസരങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ അപ്രോച്ച് ചെയ്യുക. തീർച്ചയായിട്ടും. താങ്ക് യു. നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിപ്പെടുന്നത് ചിലപ്പോൾ നാം പോലും അറിയാതെ ആയിരിക്കും. നിങ്ങൾക്ക് സിനിമയോ അതുപോലെ തന്നെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രിപ്പിൾ പ്രൊഡക്ഷനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാവാനുള്ള എല്ലാവിധ സാധ്യതകളും അവർ നിങ്ങൾക്ക് ഒരുക്കി തരും. അതുപോലെ തന്നെ ജീവിതത്തിലുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എത്തിപ്പെടാൻ എല്ലാവർക്കും കഴിയട്ടെ. താങ്ക് യു വെരി മച്ച്. അടുത്തൊരു വീഡിയോയിൽ കൂടി മറ്റു ചില അതിഥികളുമായി കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് സുവിൻ.